ഹായ് ഗേയ്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന ചന മസാല ബിരിയാണിയാണ് കേട്ടോ. അതിനായിട്ട് വെള്ളക്കടല കുതിർത്തിയുടെ ഒരു ഓവർനൈറ്റ് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് റേഷൻ അരി എടുക്കാം. ഒരു 3 കപ്പ് എടുത്തിട്ട് നമുക്ക് കഴുകി മാറ്റി വെക്കാം. അതിനായിട്ടുള്ള വെള്ളം വെക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക് എന്നിവ ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച നമ്മുടെ ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് സവാള ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇത്രയും ഐറ്റം ചേർത്തതിന് ശേഷം നന്നായിട്ട് പൊടികളുടെ മണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ച നമ്മുടെ വെള്ളക്കടല ഇതിലേക്ക് ചെരിഞ്ഞു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് തുറന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിയില വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചന മസാല റെഡിയായി. ഇനി നമുക്ക് വട്ടച്ചെമ്പ് അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ച നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒപ്പാക്കിയതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്ക് തൂവാനുള്ളതെല്ലാം തൂവി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കയറി കാണാൻ മറക്കല്ലേ. വളരെ രുചികരമായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. സ്കൂളിൽ പോകുമ്പോഴൊക്കെ തയ്യാറാക്കി കൊടുക്കൂ.